അപ്പം ഹിറ്റ് റേറ്റ്സ് ഒന്നും കാണത്തില്ല. ഓഹോ മോനെ, ലീഡർ 3 ഹിറ്റ് ബോക്സ് ആയിരുന്നു. 3 ഹിറ്റ് ബോക്സ് ഗായ്സ്, 3 ഹിറ്റ് ബോക്സ്, അടിപൊളി. വൺ പീസ് മാസ്റ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ദ മോസ്റ്റ് അവൈറ്റഡ് അസുര C7 ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പണിംഗ് ആണ്. ഇന്ന് ഇൻട്രഡക്ഷൻ കാര്യങ്ങളൊന്നുമില്ല, കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും അസുര C7 വീഡിയോസ് കണ്ടു കാണും. സോ നമ്മൾ അസുര C7 ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് വാങ്ങിക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു 1 കാർഡ് ലൈക്ക് ഇങ്ങനൊരു ഡാഷ് പാക്കും കിട്ടും. അപ്പോൾ ആ ഡാഷ് പാക്ക് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്തിട്ട് ഡാഷ് പാക്കിൽ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കാം. അതാണ് എൻ്റെ ഫസ്റ്റ് ലൈക്ക് എന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ള ഒരു കൗതുകം എനിക്ക് നിങ്ങളെക്കാട്ടിൽ എനിക്കുണ്ട്. സോ ലെറ്റ്സ് സീ ഏതായിരിക്കും. നല്ല ഇതിൽ കാർഡാവണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് മൊനാറ്റ്. സോ മൊനാറ്റിൻ്റെ OP40 കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, മൊനാറ്റിൻ്റെ OP40 ഒരു റെയർ കാർഡ്. നൈസ്. ഇറ്റ്സ് എ റിയലി ഗുഡ് കാർഡ്. ഇതുകൂട്ട് തന്നെ വേറെയും കുറച്ച് ലൈക്ക് 6 or 7 ടൈപ്സ് ഓഫ് കാർഡ്സ് ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റിയത്. മറ്റൊക്കെ സോ ഗൈസ്, ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. നമ്മൾ ഈ ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതിന് ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ ഒരു 14,000-15,000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു 10 ദിവസം കൊണ്ട് ഇതിൻ്റെ വില ഓൾമോസ്റ്റ് ഡബിൾ ആയിക്കാണ്. 25,000 രൂപയ്ക്ക് എടുത്തുണ്ട് ഇപ്പോൾ ഈ ബോക്സിൻ്റെ വില. അതൊരു വല്ലാത്ത കയറ്റം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഒരു ബൂസ്റ്റർ ബോക്സ് ഇറങ്ങുന്നതിന് മുന്നേ ഇത്ര റേറ്റ് ആവുന്നത്. ഇത് പൊട്ടിക്കാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ചാനലിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ഇതുള്ള ബൂസ്റ്റർ ബോക്സ് ഓപ്പണിങ്സും TCG ഓപ്പണിങ്സ് കാണാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എന്നെ ആർക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ഫുൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ചങ്ക് പൊട്ടുന്ന സൗണ്ടാണ് ഞാൻ കേട്ടത്. എന്താണ് ഓപ്പൺ ആവാത്തത്? എൻ്റെ ഈ തുരുമ്പ് പിടിച്ച ഓപ്പണായി. അത് കഴിച്ച് നമ്മൾ സീൽ പൊടിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പലരെയും വീഡിയോസ് കണ്ടാണ്. പലരും SP അടിക്കുന്നുണ്ട് കാണും, പലരും മാങ്ക് അടിക്കുന്നുണ്ട് കാണും. ഇന്ന് എനിക്ക് അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നുമില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ഭാഗ്യം കെട്ടിടത്തിനാണ്. എന്തോ ഭാഗ്യത്തിലാണ് കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു SP കാർഡ് കിട്ടിയത്. മറ്റേ പൊട്ടനെ ലോട്ടറി അടിക്കുന്ന രീതിയിൽ അതുകൊണ്ട് ഇതിലെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു 3 ഹിറ്റ് പാക്ക് ആണെങ്കിൽ അത്രയും നല്ലത്. എനിക്കൊരു ലീഡർ കാർഡ് കിട്ടും, അല്ലെങ്കിൽ ലീഡറിൻ്റെ പാക്ക് കിട്ടും, ഒരു ലീഡർ കിട്ടും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. അതിനപ്പുറം പ്രതീക്ഷയുള്ളതൊന്നും ഞാൻ വെക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാലോ, ഓൾറെഡി ഹിറ്റ് റേറ്റ്സ് ഒക്കെ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് മാങ്കയുടെ ഹിറ്റ് റേറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഫുൾ കേസ് എടുത്തപ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ പ്രതീക്ഷകളൊന്നും എനിക്കില്ല. എനിവേ നമുക്ക് നോക്കാം. നിങ്ങളാരും ഡിസപ്പോയിൻറ്റ് ചെയ്യാതിരിക്കട്ടെ, ഞാനും ഡിസപ്പോയിൻറ്റ് ആവാതിരിക്കട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ നമുക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാം. സോ ഗൈസ്, എനിക്ക് വലിയ അനൗൺസ്മെൻറ്റ് പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഈ TCG ഗെയിംസിനൊക്കെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത്യാവശ്യം TCGയെ കുറിച്ച് പഠിച്ചു. എങ്ങനെ വൺ പീസ് TCG കളിക്കണമെന്ന് ഞാൻ പഠിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് എല്ലാവരെയും TCG കളിക്കാൻ പഠിപ്പിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ലൈവ് വരുന്നതായിരിക്കും. ലൈവിനകത്ത് എൻ്റെ ഫ്രണ്ടും ഞാനുമായിരിക്കും TCG ഗെയിം കളിക്കുന്നത്. അപ്പോൾ ആദ്യമേ കുറച്ച് ദിവസം ഞാൻ ലോയുടെ ഒരു ലീഡർ കാർഡ് നൈസ്. അപ്പോൾ ആദ്യമേ കുറച്ച് ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും കളിച്ച് കാണിക്കും. അതിനുശേഷം നിങ്ങൾ ലൈവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം അപ്പം നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും അത്യാവശ്യം നമ്മുടെ നാട്ടിലെല്ലാവരും വൺ പീസ് TCG കളിക്കാൻ പഠിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ടൂർണമെൻറ്റ്സ് നടത്താം. ഒരു ഡോൺ പാക്കാണ്. അപ്പോൾ നമുക്ക് ഏത് ഡോണാന്ന് നോക്കാം. ഇതിനകത്ത് ഗോൾഡൻ ഡോൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഗോൾഡൻ ഡോൺ 2 ഗോൾഡൻ ഡോൺ ഉണ്ട്. മീഹോക്കിൻ്റെ ഗോൾഡൻ ഡോണും പിന്നെ നമ്മുടെ ആരാണ് എഗ് ഡാർക്കിൻ്റെ ഗോൾഡൻ ഡോൺ ഉണ്ട്. അപ്പോൾ 2 ഗോൾഡൻ ഡോൺ കിട്ടാനുള്ള ചാൻസസ് ഇതിനകത്തുണ്ട്. സോ 2ൽ ഏതെങ്കിലും ഒരു ഗോൾഡൻ ഡോൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ്. പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ വിചാരിച്ച് ഗോൾഡൻ ഡോൺ ആയിരിക്കുന്നു. സോ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ വൺ പീസ് TCG ഗെയിം കളിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം മാക്സിമം ഞാൻ എല്ലാവരെയും കളിക്കാൻ പഠിപ്പിക്കാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. എൻ്റെ മോനെ, ഞാൻ പറഞ്ഞു പോകാൻ ആൾക്കാർ കിട്ടിയില്ല. ശേടാ, പക്ഷേ ഗോൾഡൻ ഡോൺ കിട്ടുവാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ബ്രോ ഗൈസ്. അപ്പോൾ ഈ ബോക്സിനകത്തിന് നമുക്ക് ഹിറ്റൊന്നും കാണാൻ ചാൻസ് ഇല്ല. ലൈക്ക് ഒരു SP കാർഡോ അല്ലെങ്കിൽ മാങ്കയോ ഒന്നും ഇതിനകത്ത് കാണത്തില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഉള്ളതുകൊണ്ട് ഓണം പോലെ അങ്ങനെ നമുക്ക് നമ്മളൊരു എഗ് ഡാർക്കിൻ്റെ ഒരു ഡോൺ കാർഡ് നമ്മൾ ഫുൾ ചെയ്തിരിക്കുകയാണ്. നൈസ്. I'm excited, but I was hoping for something else. Like എല്ലാവരും വലിയ കാർഡുകൾ പുള്ളി കണ്ടപ്പോൾ തൊട്ട് എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇതിൽ വലിയൊരു കാർഡ് ഈ ബോക്സിൽ നിന്ന് പുള്ളി ചെയ്യണമെന്ന്. സോ അത് നടക്കത്തില്ല എന്ന് അറിഞ്ഞപ്പം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെ പറഞ്ഞത് എനിക്കറിയത്തില്ല. എനിവേ ഗോയ്സ്, നമുക്ക് എന്തായാലും ബാക്കിയുള്ള ബൂസ്റ്റർ ബാക്സ് നോക്കാം. നമുക്ക് 2 ഓൾട്ടാർട്ട് അല്ലെങ്കിൽ SCC കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ലീഡർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3 ഹിറ്റ് ലീഡറിന് കിട്ടത്തില്ല എന്തായാലും. സോ
ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും 1BS TCG കളിക്കാൻ പഠിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം 1BS TCG കളിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാൻഡായുമായിട്ട് ഒഫീഷ്യൽ സാർ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും 1BS TCG കളിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഇനഫ് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ ടൂർണമെൻറ്റ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ടൂർണമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരുപാട് ആൾക്കാർ കളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ബാൻഡായി അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അവർ സ്പോൺസർഷിപ്പ് ചെയ്യും. കാരണം അവർക്ക് അവരുടെ ബ്രാൻഡ് വളർത്തണം, അല്ലെങ്കിൽ 1BS TCG വളർത്തണം ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുക, ഞാൻ റെഡിയാണ്. അപ്പോൾ അതിന് ഞാൻ ആദ്യ കാര്യം ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കമ്മ്യൂണിറ്റി വലുതാക്കുക. അതുപോലെ തന്നെ 1BS TCG കളിക്കാൻ അറിയുന്ന ആൾക്കാരെ ഒരുപാട് പേരെ നമ്മുടെ കമ്മ്യൂണിറ്റി കൊണ്ടുവരിക. അറിയത്തില്ല, എല്ലാവരും ഞാൻ തന്നെ പഠിപ്പിക്കും, തീർച്ചയായിട്ടും പഠിപ്പിക്കും. അമ്മ ഗുഡ് ട്യൂട്ടർ, പേടിക്കേണ്ട ആവശ്യമില്ല. ജിംബയുടെ ലീഡർ കാർഡ് നൈസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വിഷൻ. ലൈക്ക് ഞാനെന്നൊരാൾ തുടക്കം വിട്ടു, നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അത് 1BS TCG ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ്. 1BS TCG ഇപ്പം ഒരുപാട് വലിയ കളക്ഷൻസ് ഒന്നും കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് മിക്കവാറുള്ളവർ എല്ലാവരെയും പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വലിയ ഓപ്ഷനാണ് ടൂർണമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നത്. ടൂർണമെൻറ്റ്സ് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ടൂർണമെൻറ്റ് വിന്നേഴ്സിന് ചാമ്പ്യൻഷിപ്പ് കാർഡ്സൊക്കെയാണ് കിട്ടുന്നത്. ദോസ് കാർഡ്സ് വർത്ത് എല്ലോ ഗൈസ്, സീരിയസ്ലി. ആ കാർഡുകളൊക്കെ എന്ന് പറയുമ്പോഴേക്കും ചെറിയ കുഞ്ഞ കാർഡൊന്നും ലക്ഷങ്ങൾ വില വരുന്ന കാർഡ്സൊക്കെ നമുക്ക് ടൂർണമെൻറ്റ് വിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിനാദ്യമേ ഗെയിം നൈസ് ഗെക്കമ്മയുടെ ലീഡർ. അപ്പോൾ നമ്മളതിനെ കളി പഠിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഷാങ്സിൻ്റെ ഒരു കീഴിലും റയർ കാർഡ് നൈസ്. കളി പഠിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, എല്ലാവരും കളി പഠിക്കണം. ഞാനും ഇപ്പോൾ അത്ര പ്രോ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഐ ആം ഡൂയിങ് ഓൾ റൈറ്റ്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഞാൻ കളിക്കുന്നുണ്ട്. ഇച്ചിരി നല്ല പ്ലേയേഴ്സോടെ കളിച്ച് കളി പഠിച്ചിട്ട് വേണം എല്ലാവരെയും കളി പഠിക്കാൻ. എനിക്കതൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ നമ്മളെത്ര പാക്ക് ഓപ്പൺ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. നമ്മളെന്തായാലും ഇതുവരെ നമുക്കൊരു പുള്ളാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഒരു ഗോൾഡൻ ഡോൺ പുള്ളി ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇതിനു മുന്നേ ഗോൾഡൻ ഡോൺ പുള്ളി ചെയ്ത് പറയുമ്പോൾ നമ്മുടെ PRB OTൻ്റെ ഓപ്പണിംഗ് ചെയ്ത് ഒരു ഗോൾഡൻ ഡോൺ ഞാൻ ഓപ്പൺ ചെയ്തു, കിട്ടി. ഓ നൈസ്, ബോവയുടെ SR. ഇത്രയും ഇല്ലുസ്ട്രേഷൻ ആർട്ട് വർക്ക് കൊടുത്തിട്ട് ഇതെന്താണ് ഒരു ഓൾട്ട് ആർട്ട് അല്ലെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അല്ലേ? എന്നല്ലേ ഇത്രയും നല്ല കിട്ടില്ല ആർട്ട് വർക്കും കാര്യങ്ങളും കൊടുത്ത് കഴിയുമ്പോഴത്തെ നോർമൽ ഒരു വേറെ TCG ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിപ്പം ഒരു ഓൾട്ട് ആർട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നല്ല റെയർ എക്സ്പെൻസീവ് കാർഡായിരുന്നു. പക്ഷേ ഇത് വെറും ഒരു SR കാർഡാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് കാർഡ് ടു പ്ലേ വിത്ത്. കാരണം ഇതിൻ്റെ പവർ ഉണ്ട്, 10,000 പവറാണ്. കാരണം അപ്പോണന്നെ മരത്തി അടിക്കാൻ ഇതിനപ്പുറം വേറെ ഒന്നും വേണ്ട. ഇപ്പം ഈ സെറ്റിനകത്ത് ബോവ ഹാങ്കോക്കിൻ്റെ ഡെക്ക് വെച്ച് കളിക്കുന്നവർക്ക് ഒരു വളരെ സ്ട്രോങ് കാർഡാണത്. വളരെ സ്ട്രോങ് കാർഡാണ്. കാരണം ഞാൻ 1-2 പേരായിട്ട് കളിച്ചു. ഇതൊരു ലീഡർ പാക്കാണ് ഗൈസ്. ഞാൻ 1-2 പേരോട് കളിച്ചു. അപ്പോൾ അവരെല്ലാം എന്നെ ലൈക്ക് ഞാൻ ബോവായിട്ട് കളിച്ചവരാരും എനിക്ക് കളിക്കാൻ പോലും ഒരു ചാൻസ് ഒന്നുമില്ല. കാരണം ഭയങ്കര ഒഫൻസീവ് ഗെയിമാണ് ബോവയുടെ ഇപ്പോഴത്തെ ഈ ബോവയുടെ യെല്ലോ ഡെക്കിനകത്ത്. കാരണം ഒരുപാട് എബിലിറ്റീസ് ഉണ്ട്. ആ എബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കളിക്കാൻ നേരം നമ്മളെ മൊത്തത്തിൽ ഫ്രീസ് ചെയ്ത് കളയുന്ന രീതിയിലുള്ള എബിലിറ്റീസൊക്കെയാണ്. നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ബോവയുടെ ഒരു ലീഡർ നൈസ്. ഇനഫ് കാർഡ്സ് കിട്ടുവാണെങ്കിൽ ഞാനും തീർച്ചയായിട്ടും ബോവയുടെ ഡെക്ക് വെച്ച് കളിക്കും. നാമിയുടെ ഓൾട്ട് SR നമ്മൾ പുൾ ചെയ്തിരിക്കുകയാണ് ഗൈസ്. നൈസേ. നമുക്ക് ഈ ബോക്സിൽ 2 ഹിറ്റായി, ഒരു ഗോൾഡൻ ഡോണും കിട്ടി, ഒരു ഓൾട്ട് SRും കിട്ടി. സോ ഇത് 2 മാത്രമേ ഉള്ളൂ ഇനി ഹിറ്റൊന്നും എനിക്കറിയത്തില്ല. നൈസ്. ഇതൊരു ലൈക്ക് വൺ ഓഫ് ദി മോസ്റ്റ് ഡിസൈറബിൾ കാർഡ്സ് ആണ്. വളരെ എക്സ്പെൻസീവ് ഒന്നും അല്ല, പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടാൻ ആൾക്കാർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു SR ആണ്, ലൈക്ക് ഓൾട്ട് SR ആണ്. നൈസ്. അവിടെ ഹിറ്റുകൾ കുഴപ്പമില്ല. ഞാൻ പ്രതീക്ഷിച്ച ഹിറ്റൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇനിയും കുറേ പാക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമുക്ക് 2 ഹിറ്റ് കിട്ടി. ഇതൊരു 3 ഹിറ്റ് ബോക്സ് ആവണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. കാരണം ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും പൈസ മുടക്കിയത് വെറുതെ. ഇപ്പം പൈസ മുടക്കിൻ്റെ അല്ലേ കൈസ്. ഇപ്പം എന്നാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബോക്സർ വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടാനില്ല ഒരു ബോക്സും കൂടെ, അതാണ് പ്രശ്നം. ഇപ്പോൾ എനിക്ക് ഈ ബോക്സുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ബോക്സർ വാങ്ങിച്ച് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മാംഗോ പുള്ളി ചെയ്യാൻ വേണ്ടി ഒരു SP പുള്ളി ചെയ്യാൻ വേണ്ടി ഒരു ബോക്സർ ഓപ്പൺ ചെയ്തുകൊണ്ട് എനിക്ക് പ്രശ്നം, ഞാൻ ചെയ്യും. കാരണം എന്തായാലും ഫിനാൻഷ്യലി ഞാൻ മൂഞ്ചിരിക്കുക. അതിൻ്റെ കൂടെ ചിരണ മൂഞ്ചതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ബട്ട് എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് കിട്ടാനില്ല. നൈസ്. കിക്കോ ഊജയുടെ ഒരു SR കാർഡ് നൈസ്. നമുക്ക് കാർഡ് കിട്ടാനില്ല, അല്ലെങ്കിൽ പാക്ക് കിട്ടാനില്ല. റിലീസായിട്ട് വെറും 2 ദിവസം, 16-ാം തീയതി റിലീസായി. ഇന്നത്ര 18-ാം തീയതിയോ 19-ാം തീയതിയോ നോട്ട് ചെയ്യാം. റിലീസായിട്ട് വളരെ കുറച്ച് ദിവസം പോലും ആയിട്ടില്ല. അതിന് മുന്നേ അതിനെ ബോക്സുകൾ സോൾഡ് ഔട്ടായി. ബോക്സുകൾ ഉള്ളത് തന്നെ ഇപ്പം ഈ ഡബിൾ റേറ്റിനാണ് വിൽക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ eBayയിലാണ് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് eBayയിൽ നിന്ന് ഈ ബോക്സസ് വാങ്ങിക്കുന്ന അത്ര ബുദ്ധികൾ വരില്ല. കാരണം ഇവന്മാരൊക്കെ എന്താ ചെയ്യുന്നത്, ഇവന്മാർ കേസ് ആണെങ്കിൽ സാധനം എടുക്കും. എന്നിട്ട് ഈ നാറികൾ ഇവന്മാർ ഇതിനകത്തുനിന്ന് ഈ ഹിറ്റ് ഇപ്പോൾ SP കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാംഗോ പുള്ളി തരുമ്പോഴേക്കും ബാക്കിയുള്ള എല്ലാം ഡെഡ് ബോക്സസ് ആയിരിക്കും. അപ്പോൾ ഈ ഡെഡ് ബോക്സസ് ആയിരിക്കും ഇവന്മാർ
ഈ ഇബേലൊക്കെ ഇട്ട് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഈ വാങ്ങിച്ചതെന്ന് പറയുമ്പോഴേക്കും ഞാനൊരു ഒഫീഷ്യൽ ബാൻഡായിയുടെ സ്പോൺസർഷിപ്പുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ അവർ ലൈക്ക് അവർക്ക് ബോക്സ് വരെ അകത്തുനിന്ന് ഒരു ബോക്സ് എടുത്ത് എനിക്ക് അയച്ചു. അത്രയും മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് അവർ വേറെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ധൈര്യത്തെ വാങ്ങിക്കാം. അപ്പോൾ എനിക്ക് നല്ല ഹിറ്റ് റേറ്റ് കാണും എന്ന് പ്രതീക്ഷിച്ചാണ് എനിക്ക് വാങ്ങിക്കാം. വേറെ നമ്മളിപ്പം മറ്റവന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഡെഡ് ബോക്സ് എന്ന് വരും. ഈ 1 TCGയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പോക്കിമോൻ്റെ കാർഡ്സ് കാണുന്ന ആൾക്കാരാണെങ്കിൽ പോക്കിമോൻ്റെ കാർഡ്സിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ്, നമുക്ക് വിൻറ്റേജ് ബോക്സുകൾ വാങ്ങിക്കും. ഡോഫ്ലിമിംഗയുടെ ഒരു ലീഡർ കാർഡ് നമുക്ക് വിൻറ്റേജ് ബോക്സസ് വാങ്ങിക്കും. കാരണം അതിൽ നിന്ന് ഹിറ്റ് കാണും. പക്ഷേ അത് വെച്ച് നോക്കുമ്പം നമുക്ക് ഒരിക്കലും 1 TCG നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ റോമൻസ് ഡോൺ ആണ് നമ്മുടെ ഈ 1 TCGയുടെ മെയിൻ അല്ലെങ്കിൽ ബേസ് സെറ്റ് എന്ന് പറയുന്നത് റോമൻസ് ഡോൺ ആണ്. അത് OPO1 എന്ന് പറയും. അപ്പം അതിനകത്ത് എന്താണ് നമുക്കിപ്പോൾ പറയുന്ന കൂട്ട് അത് നമുക്ക് ധൈര്യത്തെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് അത്ര എളുപ്പം. OP1 ഇറങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷത്തെ ഇറങ്ങിയപ്പം ഇതിപ്പോൾ വിൽക്കുന്നവന്മാരെന്ന് പറയുമ്പോൾ എന്താണ്, അന്ന് വാങ്ങിച്ചവന്മാർ കേസ് കണക്കിന് വാങ്ങിച്ചിട്ട് ഹിറ്റ് എടുത്ത് ലൈക്ക് ഒന്നെങ്കിൽ പുള്ളെടുത്ത് കാണും, അല്ലെങ്കിൽ SP കിട്ടി കാണും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയതിന് ശേഷം വാക്കി വെച്ചിരിക്കുന്ന ബോക്സുകളൊക്കെ ആയിരിക്കും ഇവന്മാർ eBayയിലൊക്കെ 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയ്ക്ക് ഇവന്മാർ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും വിശ്വസിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ OP1 ഇനി ഒരു റീപ്രിൻ്റ് വരണം. അതെന്തായാലും ഇനി വരാനും പോകുന്നില്ല. റീപ്രിൻ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ OP1 റീപ്രിൻ്റ് ഇല്ല. അപ്പം നമുക്ക് 1 TCG ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞോട്ട് അങ്ങനെ ബുദ്ധിപരമായിട്ട് വാങ്ങിച്ച് വെക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് പോക്കിമോനകത്താകുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. ബേസ് സെറ്റൊക്കെ നമുക്ക് ധൈര്യത്തെ പോയി കുറച്ചധികം പൈസ ഉള്ളവന്മാരാണെങ്കിൽ ബേസ് സെറ്റൊക്കെ വാങ്ങിച്ച് വെച്ചാൽ ഒരു ബേസ് സെറ്റ് ചാർജാറിനെ ഫുൾ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാർഡ്സ് ഫുൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് വേണ്ട ഏറ്റവും മോസ്റ്റ് ഡിസൈറബിൾ കാർഡ്സ് ഒന്നും കിട്ടത്തില്ല. അതാണ് ഈ 1 TCGയുടെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം നമ്മളിപ്പോൾ OP40 ഇറങ്ങുന്ന സമയത്ത് നമ്മൾ OP40ൻ്റെ ബോക്സുകൾ വാങ്ങിച്ച് നമുക്ക് ഹിറ്റ് റേറ്റ്സ് കാണും. അടുത്ത ഇതിൻ്റെ റീപ്രിൻറ്റ് ബോവയുടെ ഒരു ലീഡർ കാർഡ്, പിന്നെയും അടുത്ത ഇതിൻ്റെ ഒരു റീപ്രിൻറ്റ് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാൻഡായി എന്ത് വെച്ചാൽ ഇതിൻ്റെ ഹിറ്റ് റേറ്റ്സ് കുറയ്ക്കും. അപ്പം ഹിറ്റ് റേറ്റ്സ് ഒന്നും കാണത്തില്ല. ഓഹോ മോനെ, ലീഡർ 3 ഹിറ്റ് ബോക്സ് ആയിരുന്നു. 3 ഹിറ്റ് ബോക്സ് ഗായ്സ്, 3 ഹിറ്റ് ബോക്സ് അടിപൊളി. എപ്പോഴും ചെയ്യുന്ന തൊട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മുടെ ലീഡർ ഞാൻ മാറ്റി വെച്ച്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു. ലീഡർ 3 ഹിറ്റ് ബോക്സ് ആണോ എന്ന് പറഞ്ഞ് നമ്മൾ ഡോൺ കാർഡ് പുള്ളി ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു. ഒരു SP കാർഡുകൂടെ പുള്ളി ചെയ്യണം, അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, വായി വെള്ളം കോപ്പ് പറയുന്നൊക്കെ അതുകൂട്ടാവുന്നുണ്ട്. മാങ്കയും കൂടെ കിട്ടുമെന്ന് പറയുന്ന കൂട്ടം ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അയ്യനെ അത്രയ്ക്കുള്ള ഭാഗ്യമൊന്നുമില്ല. സോ ഇപ്പം നിങ്ങൾ ജിൻബ കിട്ടില്ലേ സാറ് കേട്ടോ നൈസ്. നിങ്ങളിപ്പം ലീഡർ പാക്ക് കണ്ടു കാണല്ലോ. ഇപ്പോൾ എനിക്കകത്ത് എൻ്റെ മോസ്റ്റ് ഡിസൈറബിൾ ലീഡർ എന്ന് പറയുന്നത് ബോവ ഹാങ്കോക്ക് ആണ്. കാരണം എനിക്ക് ബോവനെ കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ബോവയുടെ ഡെക്ക് കളിക്കാൻ പോകും. കാരണം അത് ഭയങ്കര സ്ട്രോങ് ആണ്. എനിക്ക് ബോവയുടെ ഡെക്ക് കളിക്കണമെങ്കിൽ എനിക്ക് ബോവയുടെ ലീഡർ വേണം. ബോവയുടെ ലീഡറിന് ഇപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ബോവയുടെ ലീഡർ പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത്ര, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നമ്മുടെ ചാനലിൽ ഒരു കാർഡും പൈസ കൊടുത്ത് വാങ്ങിക്കത്തില്ല. എനിക്കെല്ലാം പുള്ളി ചെയ്യണം. നിങ്ങളുടെ മുന്നിൽ എല്ലാ കാർഡുകളും പുള്ളി ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാർഡും എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ പുള്ളി ചെയ്യും. എൻ്റെ ഇപ്പോൾ ഒരു കാർഡും ഇല്ല ഞാൻ വാങ്ങിച്ചത്. നൈസ്. ഞാനൊരു കാര്യം കാണിച്ചാൽ, ഇപ്പം ഈ ഇതാണ് മോണറ്റിൻ്റെ നോർമൽ റെയർ കാർഡ്. ഇതാണ് മോണറ്റിന് നമുക്ക് അല്ലാണ്ട് വരുന്ന നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ വന്ന പ്രോമോ കാർഡ്. അപ്പോൾ ദർ ഈസ് എ ഡിഫറൻസ്, മനസ്സിലായോ? ഓ മിസ് ഓൾ സൺഡേ, നൈസ്. അപ്പം ബോവയുടെ ലീഡർ ആവണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. കാരണം ബോവയുടെ ലീഡർ ആണെങ്കിൽ എനിക്ക് ബോവയുടെ ഡെക്ക് കളിച്ച് വാങ്ങാം. വേറെ ലീഡേഴ്സ് ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എനിക്കിപ്പം എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡെക്ക് കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പം കറൻ്റ്ലി നിങ്ങൾ കണ്ടു കാണില്ല, ഞാൻ ആ സ്റ്റാർട്ടർ ഡെക്ക് വാങ്ങിച്ചത് മറ്റേ പർപ്പിൾ ലൂഫി ഡെക്കായിരുന്നു. പക്ഷേ അതെനിക്ക് ഒട്ടും കളിക്കാൻ പറ്റുന്നില്ല. അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ഡെക്കുമാണ്. എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പിന്നെ ഈമൂൻ്റെ ബ്ലാക്ക് ഡെക്ക് ഇപ്പോൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈമൂൻ്റെ ബ്ലാക്ക് ഡെക്ക് വെച്ച് ഞാൻ കളിച്ചു നോക്കി, എനിക്കിഷ്ടം. ഓൺ ടു ദ നെക്സ്റ്റ് പാക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ 3 ഹിറ്റ് ബോക്സിനെ നമുക്ക് ഇത് 3 ഹിറ്റ്സ് തന്നെ ഉള്ളത്. നമ്മൾ 3 ഹിറ്റ് ബോക്സ് അയക്കുമെന്ന് പറഞ്ഞ് 3 ഹിറ്റ് ബോക്സ് തന്നെയാണിത്. നമുക്കിപ്പം നാമിയുടെ ആൾട്ട് SR കിട്ടി. നമുക്കൊരു ഡോൺ കാർഡ് കിട്ടി. അപ്പം എനിക്കറിയത്തില്ല ഈ ഗോൾഡൻ ഡോണും അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ 3 ഹിറ്റിനകത്ത് ഗോൾഡൻ ഡോൺ ഇൻക്ലൂഡ് ആവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹിറ്റൂടെ വരും. അപ്പോൾ നമുക്കിത് 4 ഹിറ്റ് ബോക്സ് ആയിരിക്കും. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ആൾക്കാർ അങ്ങനെ ഗോൾഡൻ ഡോണും ഫുള്ളൊരു ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കും വലിയ ഐഡിയ ഇല്ല. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ലൈക്ക് 1 മോർ ഹിറ്റ്. നമുക്ക് ഒരു ഹിറ്റൂടെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മോനെ ബോവയുടെ കിട്ടില്ല റെയർ കാർഡ്. അത് ഈ സെറ്റിൽ ബോവയുടെ കാർഡ്സ് എല്ലാം നിങ്ങൾ കണ്ടോ, എല്ലാം കിട്ടില്ല കാർഡ്. നോർമൽ റെയർ കാർഡ് ആയിക്കോട്ടെ, SR കാർഡ് ആയിക്കോട്ടെ,
എനിക്ക് ബോവയുടെ ഒരു SP കിട്ടിയാൽ ഹാപ്പി. ചോദിക്കുന്നത് വെച്ചാൽ അത്യാഗ്രഹമായി ഇപ്പോൾ വന്നാലും കുഴപ്പമില്ല, നമുക്ക് ആഗ്രഹിക്കാമല്ലോ, നമുക്ക് ആഗ്രഹിക്കുന്നതിന് നഷ്ടമൊന്നുമില്ലല്ലോ. സോ ഈ വീഡിയോക്കകത്ത് അങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇന്ന് ഞാൻ ചുമ്മാ ഇരുന്ന് വളരെ സംസാരിച്ചത്. ബട്ട് എന്തോ ഇത് സ്കെയിൽഡ് നെപ്റ്റ്യൂൺ നൈസ്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഗെയിം കളിക്കുന്നതിനെ കുറിച്ച്. മങ്കി ഡി ലൂഫിയുടെ റെയർ ഇവിടെ ഇത് ഞാൻ ഇതുവരെ ഞാൻ ഈ റെയർ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് ഗോയിങ് ടു മൈ പേഴ്സണൽ കളക്ഷൻ ഫോർ ഷുവർ. നല്ല കാർഡ്. സോറോടെ റെയർ കാർഡ് നൈസ്. ഇതെല്ലാം പേഴ്സണൽ കളക്ഷനിലോട്ട് പോകണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കില്ലറൊരു കാർഡ്. റിൻഡോ, ബ്ലൂഗ്രാസ്, സാലമാൻഡർ, വിക്ടോറിയ, കോഫിൻ ബോട്ട്, കാവൻഡിഷ് ബാക്കിലായിട്ട് മിസ് ഗോൾഡൻ വീക്ക്, സിൽവർ റെയിലിയുടെ ബാക്കിൽ ട്രഫഗർ ലോയുടെ ഒരു SR നൈസ്. ഗൈസ് നമുക്കിനി 3 ബാക്കുകളുണ്ട്. നമുക്ക് ഇത് 3 ഹിറ്റ് ബോക്സ് ആണ് നമുക്ക് മനസ്സിലായി. 3rd ഹിറ്റ് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഡോൺ ആണെങ്കിൽ ഇത് വേറെ ഹിറ്റൊന്നുമില്ല. ബട്ട് വേറെ എന്തെങ്കിലും ഹിറ്റ് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് നോക്കാം, എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ ബോക്സിൽ നിന്ന് ഒരു SPO ഒരു ലൈക്ക് ഒരു മാംഗോ പുള്ളിയാണ് നമുക്ക് പറ്റിയിരുന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. കാരണം ലീഡർ ബോക്സിനകത്ത് നമുക്കൊന്നും കിട്ടത്തില്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. സോ ഇതിനകത്ത് SPO ഇല്ല, നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നും ഇല്ല ഗൈസ്. സോ കൈൻഡ് ഓഫ് ലൈക്ക് എ ടൈം ഓഫ്. പക്ഷെ പറഞ്ഞ കാര്യമില്ല, നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ. അതിനകത്ത് ബോവ ഹാങ്കോക്കിൻ്റെ ലീഡറാണെങ്കിൽ ഐ എം വെരി വെരി ഹാപ്പി, ഒരുപാട് ഹാപ്പിയാവും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് തന്നെ എല്ലാം നടക്കണമെന്നില്ലല്ലോ. നൈസ്. റൊസാൻഡെ ആൻഡ് ലോയിൻ്റെ ഒരു റെയർ കാർഡ്, റെയറല്ല SR കാർഡ്. അത് EBO 4 കേട്ടോ. സോ ഇപ്പം തന്നെ നമുക്ക് ഞാൻ നിങ്ങളോട് തോറ്റ പ്രീവിയസ് വീഡിയോ പറഞ്ഞില്ലേ, നമുക്ക് EBO 4 കൂടെ ഇത് വരുന്നതുകൊണ്ട് നമുക്ക് OP40 ഫുൾ SR കാർഡ്സ് നമുക്ക് കിട്ടണമെന്നില്ല. ജോണി, ടോംബറി, ആംപിയർ, ടെറക്കോട്ട, മിസ്റ്റർ ഫോർ, ഷക്കിയാക്ക്, പെൻഡ, ക്രോമാറ്റിക് പിങ്ക്, ടെരിംഗർ, അപ്പിസ്റ്റോൺ, ഷാങ്സ്. എൻ്റെ ബോക്സിലെ ലാസ്റ്റ് പാക്ക്. സോ ഇതിനകത്ത് ഹിറ്റില്ലെങ്കിൽ നമുക്കുള്ള നമ്മുടെ 3 ഹിറ്റ് അതൊക്കെ ആയിരിക്കും. നമ്മുടെ ലീഡർ, പിന്നെ നമ്മുടെ നാമിയുടെ SR, അതിനുശേഷം പിന്നെ നമ്മൾ പുള്ളിയത് ഗോൾഡൻ ഡോൺ, സലോമി, ചാക്യാൻപെൽ, കപ്പോറി, ചെൽത്ത് ബ്ലാക്ക്, യോക്കാസു, മാക്വൈസ്, കാവൻഡിഷ്, ഫിഷ് ടൈഗർ, കൈരോ കിടിലൻ കാർഡ്, ഹെലിക്രാബോസ്. അപ്പം 3 ഹിറ്റ് ബോക്സ് ആണ്. 3rd ഹിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലീഡറാണ്. അപ്പോൾ ഏത് ലീഡറായിരിക്കുമെന്ന് അത് നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കര ആകാംക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. ഏത് ലീഡറാണ്, വിച്ച് ലീഡർ ഇറ്റ് ഈസ്, ഏത് ലീഡറാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കാർഡ് റൂമ, ഈഷോ, സാച്ചിയൻ പെൻഗ്വിൻ, ഹനൈബാൾ, ടെറക്കോട്ട, ഷാർക്ക്, ബ്രിക്ഫിസ്റ്റ്, ഓഷേ, വിൻഡോ, ബേബി 5, ഓക്കെ, ഹറി അപ്പ് ആൻഡ് മേക്ക് മീ ദ പൈററ്റ് കിങ്. ഇതിൻ്റെ ബാക്കിൽ സോറയുടെ ബാക്കിൽ താഴെയാണ്. ഏത് കളറാണ്, ഓക്കെ, 7 വാർലോഡ്സ്. ഡോഫിയുടെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ ലീഡർ. ഡോഫിയാണ്. ഡോഫി ഇസ് എ റിയലി ഗുഡ് ലീഡർ. അപ്പോൾ മോനെ അടിപൊളി. എനിക്ക് ഒന്നെങ്കിൽ നാമി കിട്ടിയില്ല, ലൈക്ക് നമുക്ക് ബോവനം കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഡോഫിനെ കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. സോ നമ്മൾ ഡോഫ്ലിമിംഗോടെ നൈസ് ലീഡർ നമുക്ക് കിട്ടി. ഇറ്റ് വാസ് എ ഗുഡ്. എൻ്റെ മോനെ, ഇതിന് ഡാമേജ് ആണല്ലോ ഇത്. ഷോ, നിങ്ങൾ കാണുന്നുണ്ടോ അത്? ഷേടാ പോവോ.
വലിയ ആഗ്രഹിച്ച് കിട്ടിയൊരു പുല്ല്. ഇത് കൊടുക്കാൻ പറ്റത്തില്ല ഇനിയിപ്പം. എന്ത് ചെയ്യാനെന്നുള്ളത്. ഫ്രണ്ട് സൈഡൊക്കെ ഓക്കെയാണ്, പക്കയാണ്, നൈസാണ്. ഇനിയിപ്പോൾ ഞാനിത് കാർഡ് റിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് ഈ ഒരു ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഫ്രഷ് ഔട്ട് ഓഫ് ബോക്സിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറക്കിയ സാധനമാണ്. പറഞ്ഞ കാര്യമില്ല, കഴിഞ്ഞു. ഡോഫിയുടെ ലീഡർ, നാമിയുടെ SR, ഓൾട്ട് SR, പാരലൽ SR, പിന്നെ നമ്മൾ പുള്ളി ചെയ്തത് നമ്മുടെ ഗോൾഡൻ ഡോൺ, എഗ് ഡാർക്കിൻ്റെ ഗോൾഡൻ ഡോൺ, പിന്നെ പ്ലെൻറ്റി ഓഫ് കാർഡ്സ്. റൊസാൻ്റെ, പിന്നെ ലോ സോളോ, മങ്കിയുടെ ഈ റെയർ കാർഡുണ്ടല്ലോ, ഇത് കിഡിലൻ കാർഡ്, ഒരു രക്ഷയില്ല കേട്ടോ, രക്ഷയില്ല, കിഡിലൻ കാർഡ്. ബോവയുടെ റെയർ കാർഡ്, മിസ് സൺഡേ, ജിൻബെ, ബോവ, ഡൊഫ്രി, ലോ, ക്യുക്കിനോജോ, ബോവയുടെ ലീഡർ, പിന്നെയും ബോവയുടെ അടിപൊളി ഒരു SR കാർഡ്, ഗെക്കമോറിയ, ജിംബെ ലീഡർ, ഡബിൾ വൈറ്റ്, ലോയുടെ ലീഡർ കാർഡ്. സോ നമുക്ക് എല്ലാ SR കാർഡുകളും കിട്ടാനുള്ളൊരു ഭാഗ്യമില്ലായിരുന്നു. നമുക്കിന്ന് 3 ഹിറ്റ് ബോക്സ് ആണ്. സോ നമ്മൾ വാങ്ങിച്ച ബോക്സ് നമുക്ക് വെറുത്താണ്. നമ്മുടെ ഡോൺ, പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മുടെ നാമിയുടെ ഓൾട്ട് SR, പിന്നെ അതിൻ്റെ ബാക്കായിട്ട് ഡാമേജ് ആയ നമ്മുടെ ഡോഫിയുടെ ലീഡർ. സോ ഐ എം ഹാപ്പി വിത്ത് ദ പൂൾസ്. എനിക്ക് സങ്കടമൊന്നും പറയാനില്ല. നമുക്ക് SP കാർഡ് പുള്ള് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് മാംഗയും പുള്ള് ചെയ്യാൻ പറ്റില്ല, ബട്ട് വി ഡിഡ് ഗുഡ്. So that's One Piece Master signing off with 3 great hits. Thank you guys. Thank you for watching.